ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പു. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള ഇവിടെ ഏകദേശം ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കണ്ട, ചെറിയൊരു തക്കാളി മാത്രമേ ഞാനിപ്പം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ഇതുപോലെ നടുകെ കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെ പച്ചച്ചൊവ മാറുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ പൊടികളെ പച്ചച്ചൊവയെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടിട്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ വെള്ളം മുഴുവനായിട്ടും മാറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ അണ്ടിപ്പരിപ്പ് കുതിർത്തെടുത്താൽ മാത്രമേ നമുക്കിതുപോലെ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 3 മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തത് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു 5 മിനിറ്റും കൂടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് കറിയെല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുത്തതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ മുട്ട കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുട്ട പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.